ഓത്ത് ഖുർആൻ പഠിക്കാം. ഓത്തുപള്ളികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് ഈ മണ്ണിന്റെ ചെകിടി, കളിമണ്ണിന്റെ ചെകിടിയിൽ എഴുതിയിട്ടാണ് പഠിച്ചിരുന്നത്. അപ്പൊ ബോർഡിൽ ഖുർആനൊക്കെ എഴുതി പഠിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ അതിനെതിരെ ഒരു ഒച്ചവിളി ഉണ്ടാക്കി. ബോർഡിൽ എഴുതിയാൽ ചോക്ക കൊണ്ട് എഴുതും. അപ്പൊ ആ ചോക്കന്റെ പൊടി, ഖുർആൻ എഴുതിയ ചോക്കന്റെ പൊടി താഴെ വീഴും. അത് ഹുർമത്തുകേടാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ബെഞ്ച് ഒരു കാലത്തുള്ള തജാലുൽ ബനീന മദ്രസ ബെഞ്ചില്ല തഅല്ലമൂന എന്ന് പറഞ്ഞിട്ട് ബെയ്ത്തുണ്ടാക്കി. മദ്രസയിൽ നിങ്ങൾ പഠിപ്പിക്കരുത്, മദ്രസയുടെ മീം എന്ന് പറഞ്ഞ ജഹന്നമിന്റെ മീമാണ് എന്ന് പറഞ്ഞിട്ട് ബെയ്ത്തുണ്ടാക്കി മദ്രസ ഉണ്ടാക്കിയപ്പോ. പിന്നെ സിലബസ് ഉണ്ടാക്കി. നല്ല മതവിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് സേവനങ്ങൾ അർപ്പിച്ച ആളാണ് ചാലിയാത്ത് കുഞ്ഞ് അഹമ്മദ് ഹാജി. അദ്ദേഹത്തിന് സംഘടന ഉണ്ടായിരുന്നോ? പിന്നെ ഏറ്റവും പ്രസിദ്ധനായ വക്കം മൗലവി, ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. ഇപ്പൊ സ്വദേശാഭിമാനി അവാർഡും കാര്യമൊക്കെ ഉണ്ട്. സ്വദേശാഭിമാനി എന്നുള്ള വക്കം മൗലവി സ്ഥാപിച്ച പത്രമാണ്. ആ പത്രത്തിലെ പത്രാധിപരായിരുന്നു രാമകൃഷ്ണപിള്ള. ഒരു വർഷത്തിന് ശേഷം 1905 ജനുവരി 19 ആദ്യത്തെ ലക്കം ഇറങ്ങിയത്. 906 രാമകൃഷ്ണപിള്ള അദ്ദേഹം പത്രാധിപ സ്ഥാനത്തേക്ക് വരുന്നത്. പിന്നെ മുസ്ലിം മാസിക 906 അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. അൽ ഇസ്ലാം അറബി മലയാളത്തിൽ, അൽ ഇസ്ലാം എന്ന അറബി മലയാള മാസിക, പിന്നെ ദീപിക എന്ന പത്രം. ഇതൊക്കെ അദ്ദേഹം ചെയ്ത വലിയ സേവനങ്ങളാണ്. ഞാൻ പറഞ്ഞത്, ഈ മഹാരഥന്മാരൊക്കെ ഇസ്ലാഹ് നടത്തിയത്, ദഅവത്ത് നടത്തിയത്, മതപ്രവർത്തനം നടത്തിയത് ഒരു സംഘടനയും ഇല്ലാതെയായിരുന്നു. ഒന്നും ദഅവത്തല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വ്യക്തികൾ ചെയ്താലും ദഅവത്ത് തന്നെയാണ്, സംഘടന ചെയ്താൽ കൂടുതൽ നല്ലത് എന്നർത്ഥം. പിന്നീട് എന്നാണ് സംഘടന ഉണ്ടാവുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം. ഈ മാഹിൻ ഹമദാനി തങ്ങളും അതുപോലെ വക്കം മൗലവിയും മക്തി തങ്ങളും ഒക്കെ പലതവണ പ്രവർത്തിച്ച ഒരു കേന്ദ്രമായിരുന്നു എവിടെ? കൊടുങ്ങല്ലൂർ. ആ കൊടുങ്ങല്ലൂരിലെ വലിയ തറവാട്ടുകാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, പണക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അത് തീർക്കാൻ വേണ്ടി അവിടെ ഒരു സംഘം ഉണ്ടാക്കാം, നിഷ്പക്ഷ സംഘം ഉണ്ടാക്കാം എന്നവർ തീരുമാനിക്കുകയാണ് 922. പിന്നീടാണ് അന്ന് പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് ഹാജി, സെക്രട്ടറി സീതി മുഹമ്മദ് സാഹിബ്, ഇവരാണ് ഈ സംഘടന ഉണ്ടാക്കിയത്. അത് പിന്നെ എന്തായി? അത് കുറച്ചും കൂടി ആദർശപരമായിക്കോട്ടെ, അടിസ്ഥാനപരമായി നമുക്ക് പ്രവർത്തിക്കാമെന്നുള്ള നിലക്ക് ഐക്യസംഘം എന്ന പേരിൽ പിന്നീട് അത് മാറുകയാണ്. 922 ശേഷം ഉണ്ടാക്കിയത്. 923 1-ാം വാർഷികം കൂടി. ആ വാർഷിക യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് വക്കം മൗലവിയായിരുന്നു, പ്രസിദ്ധനായ വക്കം മൗലവി. അന്ന് ഭരണഘടന അംഗീകരിച്ചു. അന്ന് അവർ തീരുമാനിക്കേണ്ടത് 923 പണ്ഡിതന്മാര് ഒന്ന് യോജിക്കണം, എന്നിട്ട് അവരൊരു സംഘടന ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ 924 ആലുവയിൽ വെച്ച് കൂടിയ മുസ്ലിം ഐക്യസംഘത്തിന്റെ 2-ാം വാർഷിക യോഗത്തിലാണ് ഒരു സംഘടന ഇവിടെ ഉണ്ടാകുന്നത്. 924 മെയ് 10 ആ ഉലമാ കോൺഫറൻസ് ആലുവയിൽ കൂടിയത്. അപ്പൊ അതിന്റെ മുമ്പ് കേരളത്തിൽ നടന്നതൊക്കെ വ്യക്തിപരമായ ഏറ്റവും വലിയ ഇസ്ലാഹ് തന്നെയായിരുന്നു, വ്യക്തിപരമായ ദഅവത്ത് തന്നെയായിരുന്നു. ഈ 924 കേരള ജമിയത്തുൽ ഉലമ ഉണ്ടായി. പിന്നെ 25 ഖുറാഫികൾ പിരിഞ്ഞുപോയി. അന്ന് ഖുറാഫികൾ ഉണ്ടായിരുന്നു നമ്മുടെ സംഘടനയിൽ. 26 പിന്നീട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടായത്. അവര് കൊണ്ടുപോയിട്ട് രജിസ്റ്റർ ചെയ്തു കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രജിസ്റ്റർ ഓഫീസ് എന്ന് പറഞ്ഞു, ഇവിടെ കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞിട്ട് 2 കൊല്ലം മുമ്പ് രജിസ്റ്റർ ചെയ്ത ഒരു കൂട്ടർ വേറെ ഉണ്ട്, അവിടെ ആ പേര് പറ്റൂല. അപ്പൊ അവർ സമസ്ത എന്ന് കൂട്ടിച്ചേർത്തതാണ്. അങ്ങനെയാണ് 926 അവർ തന്നെ വരക്കൽ മുല്ലക്കോയത്തങ്ങളും പാങ്ങിൽ അഹമ്മദ് മുത്തസിലിയാർ നേതാക്കന്മാരായിക്കൊണ്ട് ഖുറാഫികളുടെ ജമിയത്തുൽ ഉലമ തുടങ്ങുന്നത്. ഇനി ജമിയത്തുൽ ഉലമ തുടങ്ങി KM മൗലവി പ്രസിഡന്റും MCC അബ്ദുറഹ്മാൻ മൗലവി സെക്രട്ടറിയുമായുള്ള അതിന്റെ കാലമാണ് അതിന്റെ ഏറ്റവും സുവർണ കാലഘട്ടം. കേരളത്തിലെ ഏറ്റവും നല്ല പ്രവർത്തനം നടന്ന ഒരു കാലഘട്ടം. വാദപ്രതിവാദങ്ങൾ കാര്യങ്ങളൊക്കെ അവരാണ് നടത്തിയിരുന്നത്. MCC അബ്ദുറഹ്മാൻ മൗലവി പുളിക്കൽ മദീനത്തുൽ ഉലൂം അറബി കോളേജിന്റെ സ്ഥാപകൻ, ഈ മൗലാന ചാലിയാത്ത് കുഞ്ഞ് അഹമ്മദ് ഹാജിയുടെ മകനാണ്. അന്നത്തെ പ്രവർത്തനത്തിന് ഒരു ചെറിയ സംഭവം മാത്രം ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മളെ സംഘടന പരസ്യം കൊടുക്കണമൊക്കെ എന്തിനാണെന്നറിയാലോ? ഇന്നയാളെ പുറത്താക്കി, ഇന്നയാളെ പിന്നെ പിരിച്ചുവിട്ടു, ഇന്നവരെ മറ്റേതാക്കി മറിച്ചതാക്കി എന്ന് പറഞ്ഞിട്ടില്ല പരസ്യം കൊടുക്കാറുള്ളത്, അറിയാലോ. പിന്നെ ഇതാ എന്റെ കയ്യിലുള്ള ഒരു പരസ്യമാണ്. ട്രേഡ് മാർക്ക് കോഷൻ നോട്ടീസ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ കൊടുത്ത നമ്മുടെ സംഘടന കൊടുത്ത ഒരു പരസ്യമാണ്. നിങ്ങൾ പലർക്കും കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല.
ഇവരിത് പരസ്യം കൊടുത്തിട്ട് എന്തിനാ അറിയോ? ഞങ്ങൾ കൊണ്ടു നടക്കുന്ന സ്ഥാപനങ്ങൾ, അതുപോലെ സംഘടനകൾ, ഇതൊക്കെ ഞങ്ങൾ തന്നെയാണ്, വേറെ ആരും അങ്ങോട്ട് വരരുത് വെച്ചാൽ സ്വത്ത് ഞങ്ങൾ തന്നെയാണ് കാണിക്കാൻ വേണ്ടി കൊടുത്ത പുസ്തകം. ഭൗതികമായ ഉദ്ദേശം മാത്രം, ഭൗതികമായ ലക്ഷ്യത്തിന് വേണ്ടി സംഘടന ഇംഗ്ലീഷിൽ കൊടുത്ത പരസ്യമാണ്. മനസ്സിലായോ? ഇത് ഫെബ്രുവരി 15 ഈ വർഷത്തെ പരസ്യമാണ്, പത്രങ്ങളിലൊക്കെ വന്നിരുന്നു. അന്ന് ജമിയത്തുൽമ കൊടുത്ത ഒരു പരസ്യം എന്താ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ടാണ് ഇത് താരതമ്യം ചെയ്യാനാണ്. തികച്ചും ഭൗതികമായ ലക്ഷ്യത്തിന് സംഘടനയും സ്ഥാപനങ്ങളും സ്വത്തുമൊക്കെ ഞങ്ങൾക്ക് തന്നെ വേണം, ആരും അങ്ങോട്ട് കയറരുത്, ഞങ്ങളിത് മാത്രമാണ്, കയറിയാൽ അത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരസ്യമാണിത്. അന്ന് MCC കൊടുത്ത ഒരു പരസ്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താണ്. 951 ഏപ്രിൽ 6, ഏപ്രിൽ 24 തീയതികളിൽ എന്ന് 951 ഞാനൊക്കെ ജനിക്കുന്നതിന്റെ മുമ്പാണ്. ഇവിടെ ഇരിക്കുന്ന ഇവരിൽ ഭൂരിപക്ഷവും ഒന്നും ജനിക്കാത്തവരായിരിക്കും, യാതൊരു സംശയമില്ല. ഏപ്രിൽ 6, 24 തീയതികളിൽ പൗരശക്തി എന്ന ദിനപത്രത്തിൽ MCC അബ്ദുറഹ്മാൻ മൗലവി കേരള ജമിയത്തുൽമയുടെ സെക്രട്ടറി പരസ്യം കൊടുക്കുകയാണ്. എന്താ പരസ്യം എന്നറിയോ? പരസ്യത്തിലെ വിഷയം ലേഖനായിട്ട് കൊടുക്കാൻ കഴിയുന്നില്ല, അപ്പൊ പരസ്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശങ്ങളിലെ ഭീമാബദ്ധങ്ങളെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിൽ കൊടുത്ത പരസ്യമാണ്. കാരണം അന്ന് ജമാഅത്ത് ഇങ്ങനെ വന്നിട്ട് ജമാഅത്ത് മുജാഹിദൊക്കെ ഒന്ന് തന്നെയാണ് എന്ന് പറയുന്ന കാലഘട്ടമാണ്. എന്റെ ഓർമ്മ ഉള്ള കാലത്ത്, എനിക്ക് ഓർമ്മയുള്ള കാലത്ത് തിരൂർക്കാട്ട് ഞാൻ LP സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മുടെ എടവണ്ണ അലവി മൗലവി, പ്രായമുള്ളവർക്ക് അറിയുണ്ടാവും, ഇപ്പത്തെ നമ്മളെ അബ്ദുസലാം സുല്ലമിന്റെ വാപ്പ എടവണ്ണ അലവി മൗലവി, നമ്മളെ അന്നത്തെ വാദപ്രതിവാദങ്ങളിലൊക്കെ ഏറ്റവും പൂനൂര് വാദപ്രതിവാദത്തിൽ ചോദ്യം ചോദിച്ചില്ലേ, ഖുർആനും വല്ല തെളിവും അല്ലാത്തവർ വിളിക്കണേന് തെളിവുണ്ടോ എന്ന് ചോദിച്ച ചോദ്യമല്ലേ? ആ ചോദ്യം MCC ആണ് പറഞ്ഞു കൊടുക്കുന്നത്. മരിച്ചുപോയവരെ വിളിച്ചു തേടാൻ വല്ല തെളിവുണ്ടോ എന്ന് ഖുർആനിൽ നിന്ന് തെളിയിക്കാമോ എന്ന ചോദ്യം MCCയുടെ തലയിൽ നിന്നുണ്ടായതാണ്. അത് അലവി മൗലവിന്റെ ഘനഗംഭീരമായ ശബ്ദം, ഞാൻ നേരിട്ട് കേട്ടവർ ഓർമ്മ ഉണ്ടാവും, ഘനഗംഭീരമായ ശബ്ദമാണ്. ഖുർആനിൽ നിന്നോ തെളിയിക്കാൻ പറ്റുമോ? ഈ ചോദ്യം കേട്ടോടുകൂടി പല ആകന്തം വിട്ടു. അതുപോലെ തൗഹീദിനെ അടിയോടെ വലിച്ചെറിയുന്ന, അടിവേരോടെ വലിച്ചെറിയുന്ന ചോദ്യമാണുള്ളത്. ബദരീങ്ങളെ കാക്കണേ, മൊയ്തീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്നതിന് ഖുർആനിൽ നിന്ന് തെളിയിക്കാമോ എന്ന് ചോദിച്ചപ്പോ മറ്റൊരു അന്തം വിട്ടു. ചോദ്യം ചോദിക്കേണ്ടത് നിങ്ങളല്ല, ഞങ്ങളെ. അങ്ങനെ നമ്മളറിയില്ല, വല്ല തീരുമാനമുണ്ടോ? ചോദ്യത്തെ മറുപടി പറയാൻ കഴിയാതെ വിഷമിച്ചത് അതുകൊണ്ടാ ഈ ചോദ്യത്തിന്റെ. അപ്പൊ വീണ്ടും അലൈമലി എന്ന് പറയും, ഈ ചോദ്യം തന്നെ വീണ്ടും ചോദിക്കും. ഇതിന് മറുപടി ഒന്നും പറയില്ല. ചോദ്യം ചോദിക്കേണ്ട ആരാ, നമ്മൾ തീരുമാനമായിട്ടില്ല, അങ്ങനെ ഒത്തുതീർപ്പില്ല. ഇതേ ചോദ്യം, വല്ല തെളിവുണ്ടോ? വീണ്ടും മറ്റോ തന്നെ പറയും, ഈ ചോദ്യം വീണ്ടും. അപ്പൊ കേൾക്കുന്നവർക്ക് മനസ്സിലായി, തെളിവുണ്ടെങ്കിൽ മുസ്ലിയാർ തെളിവ് ഉദ്ധരിക്കാനുള്ള വേണ്ട. അതാണ് പൂനൂര് വാദപ്രതിവാദം നമ്മുടെ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു സംഭവമായി തീരാൻ കാരണം. ഈ എടവണ്ണ അലവി മൗലവിയും ഞങ്ങളെ നാട്ടിലെ അടുത്തുള്ള MV മുഹമ്മദ് സലീം മൗലവി എന്ന് പറഞ്ഞ ജമാഅത്ത് നേതാവുണ്ട്. രണ്ടുപേരും ഒരു സ്റ്റേജിൽ പ്രസംഗിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അതാ പറഞ്ഞു വരുന്നത്. ജമാഅത്ത് മുജാഹിദ് ഒന്നിച്ച് പ്രസംഗിക്കുകയും മതപ്രബോധനം നടത്തുകയും വാഴ്ന്നു പറയുകയും ഒരേ സ്റ്റേജിൽ ഒന്നിച്ച് പരിപാടി നടത്തിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് KM മൗലവി, MCC, ഇന്റെ വാപ്പ ഉമർ മൗലവി, ഇവരൊക്കെ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയവരായിരുന്നു. അപ്പൊ അവര് സമൂഹത്തെ ഈ വിഷയം മനസ്സിലാക്കാൻ വേണ്ടി ജമാഅത്തിന്റെ അബദ്ധങ്ങൾ പത്രത്തിൽ പരസ്യമായിട്ട് കൊടുത്തു. 951 ഏപ്രിൽ 6, 24 തീയതികളിൽ. അങ്ങനെ സമൂഹത്തിൽ വലിയ ചർച്ചയായി കാണും, യാതൊരു സംശയമില്ല. വലിയ ചർച്ചയായി കാണും. ദീർഘമായ സംഭാഷണങ്ങളും സംവാദങ്ങളും നടന്നിട്ടുണ്ടാവും. അങ്ങനെ അവസാന അതായത് എത്തിയത് എവിടെയെന്നറിയോ? ജമാഅത്തും മുജാഹിദും തമ്മിൽ ഒരു വാദപ്രതിവാദം നടത്താം എന്ന് തീരുമാനമായി. പിറ്റത്തെ വർഷം വാദപ്രതിവാദമായി. അങ്ങനെ ചേന്നമംഗലൂരിൽ വെച്ച് KC അബ്ദുള്ള മൗലവിയും NV അബ്ദുസലാം മൗലവിയും തമ്മിൽ വാദപ്രതിവാദം നടത്താൻ തീരുമാനമായി. പക്ഷെ വാദപ്രതിവാദത്തിന്റെ തൊട്ടു മുമ്പ് ഇയാള് KC അബ്ദുള്ള മൗലവി കത്ത് കൊടുത്തു, എനിക്ക് ജമാഅത്ത് അമീറിന്റെ അനുവാദം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് സംവാദത്തിൽ നിന്ന് എനിക്ക് വരാൻ സാധ്യമല്ല, കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ പിൻവാങ്ങി. ഞാനിത് പറഞ്ഞത് അത്ര ആദർശപരമായ കാര്യങ്ങൾക്കായിരുന്നു കേരള ജമിയത്തുൽ ഉലമ പ്രവർത്തിച്ചിരുന്നത് എന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ നമ്മളെ സംഘടന പ്രവർത്തിക്കുന്നത് ഈ രൂപത്തിലാന്നുള്ളതിനാണ് ഞാൻ ഉദാഹരണം എടുത്ത് കാണിച്ചത്. അപ്പോ
ഇതാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തികൾക്ക് ദഅവത്ത് നടത്താം, സംഘടനയിൽ കൂടെ തന്നെ നടത്തണം എന്ന് നിർബന്ധമൊന്നുമില്ല. സംഘടനയിൽ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ സ്വർഗത്തേക്ക് പോരെ, സംഘടന മെമ്പർഷിപ്പ് ഇല്ല എന്നാ സ്വർഗത്തേക്ക് പോയിക്കോ, അങ്ങനെ ഒരു ഏർപ്പാടൊന്നുമില്ല. നമ്മളെ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിച്ചോ, നമ്മളെ ബുദ്ധി നമ്മൾ ഉപയോഗപ്പെടുത്തിയോ, സത്യത്തിന്റെ കൂടെ നിന്നോ, കൂനൂ മഅ സ്വാദിഖീൻ, സത്യവാന്മാരുടെ കൂടെ നിൽക്കുക എന്ന കാര്യം നമ്മൾ അനുസരിച്ചോ എന്നതേ നോക്കുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ എനിക്ക് നേരത്തെ പറഞ്ഞ ഗൗരവമായ വിഷയത്തിലേക്കാണ് ഇനി നീങ്ങാനുള്ളത്. സലഫി മൻഹജ് നമ്മുടെ നേതാക്കൾ കൈയൊഴിഞ്ഞോ, ഇൽമിയായ ചർച്ചകൾ ഇല്ലാതാക്കിയോ എന്നതാണ് നിങ്ങളുടെ മുമ്പിൽ ഇനി ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾക്കൊരു പതിവുണ്ട്. എന്താണ് പതിവ്? അത് ചർച്ച ചെയ്യാന്നുള്ളത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുള്ളതിന് യാതൊരു സംശയമില്ല, അല്ലേ? ഭൗതികമായ കാര്യങ്ങളിലും മനുഷ്യന്മാരുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, ദീനിയായ കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ദീനിയായ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഖുർആനും സുന്നത്തിലേക്ക് മടങ്ങുക എന്ന് നമ്മളെടുത്തുണ്ട്. ഭൗതികമായ കാര്യങ്ങളിലാണെങ്കിൽ അതും ന്യായാന്യായങ്ങൾ ചോദിച്ചിട്ട് ഇവിടുത്തെ കോടതി മറ്റൊക്കെ തീരുമാനിക്കും. നിങ്ങൾക്കറിയില്ലേ, നമ്മളെ ഇന്ത്യ രാജ്യത്തെ അയൽ സംസ്ഥാനങ്ങളാണല്ലോ കേരളവും തമിഴ്നാടും. ഒരു നാട്ടിലെ ജനങ്ങളിനല്ലേ, നമ്മൾ മലയാളികളാണ്, ഒരു തമിഴന്മാരാണ്. അള്ളാന്റെ വെള്ളം, മുല്ലപ്പെരിയാർ, അതിന്റെ കേസ് ഇപ്പൊ നടക്കുന്ന അവസ്ഥകൾ പത്രത്തിൽ വായിക്കില്ലേ? അപ്പൊ അഭിപ്രായം എന്തൊരു കർശനമായ, എന്തൊരു ഗൗരവമുള്ള പ്രതിവാദങ്ങളും ചർച്ചകളും വാദവും എതിർവാദമൊക്കെ നടക്കണം. അപ്പൊ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, യാതൊരു സംശയമില്ല. മതപരമായ വിഷയങ്ങളിലും ഉണ്ടാവും. പക്ഷെ എന്ത് വേണം? മതപരമായ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അത് ചർച്ചക്ക് വെക്കണം, തുറന്ന് പറയണം. തുറന്ന് പറഞ്ഞിട്ട് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അവർ പറയാനുള്ള സൗകര്യം കൊടുക്കണം, എന്നിട്ട് സ്വീകരിക്കണം. ഈ അവസ്ഥ നമ്മുടെ സംഘടന ഇല്ലാതാക്കി. ഇതിങ്ങനെ തെറ്റിദ്ധരിപ്പിക്കൽ നടക്കുന്നുണ്ട്. ഒരു സംഗതി ആണ്ട് KJU എന്നാണ് തീരുമാനിച്ചാൽ പിന്നെ ആണ് വിശ്വസിച്ചാൽ പോരെ, അതാണ് അനുസരിച്ചാൽ പോരെ എന്നൊക്കെ നമ്മുടെ നേതാക്കന്മാർ ചോദിച്ചതായിട്ട് നമ്മൾക്കറിയാം. ഇത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ സംഘടന വളരെ സുതാര്യമായ നിലയിൽ ചർച്ച ചെയ്തിരുന്നു എന്നതിന് ഒരു 3-4 ഉദാഹരണങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞാണ് പോവാണ്. ഇത് 953 അൽമനാർ ആണ്. 953 അൽമനാറിന്റെ ഫോട്ടോ കോപ്പിയാണ്. ഇതിലെ ഒരു ഹെഡിങ് എന്താണെന്നറിയോ? MCC അഹമ്മദ് മൗലവിയുടെ പുതിയ വാദങ്ങൾ. നേരത്തെ പറഞ്ഞ ജമിയത്തുൽ ഉലമ സെക്രട്ടറി MCC അബ്ദുറഹ്മാൻ മൗലവിയുടെ സഹോദരനാണ് MCC അഹമ്മദ് മൗലവി. അദ്ദേഹം മഹാപണ്ഡിതൻ തന്നെയായിരുന്നു. അദ്ദേഹം MCC അഹമ്മദ് മൗലവിയുടെ പുതിയ വാദങ്ങൾ എഴുതുന്നത് ആരാന്നറിയോ? K ഉമർ മൗലവി, തിരൂർക്കാട്. ഇത് അൽമനാറിൽ പ്രസിദ്ധീകരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ അറിയപ്പെട്ട ഒരു പണ്ഡിതന്റെ അഭിപ്രായങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് ലേഖനം എഴുതാൻ കഴിയുമോ? തീർച്ചയായും അഹമ്മദ് മൗലവി അതിനെ മറുപടി ഗണ്ണിച്ചിട്ടുണ്ടാവും, അങ്ങനെ തീരുമാനമായിട്ടുണ്ടാവും, യാതൊരു സംശയമില്ല. ഈ വിഷയം എന്താണെന്നറിയോ? കൂടി കേട്ടോളി. MCC അഹമ്മദ് മൗലവിക്ക് സ്ത്രീകൾക്ക് പള്ളി ജുമാ നിർബന്ധമാണ് എന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പൊ നിർബന്ധമാണ് സ്ത്രീകൾക്ക് ജുമാ നമസ്കാരം എന്ന വാദത്തെ ഉമർ മൗലവി ഖണ്ഡിച്ചുകൊണ്ട് ലേഖനം എഴുതി. അപ്പൊ കൂടുതൽ തെളിവ് രേഖകളും പണ്ഡിതന്മാരുടെ കൗലൊക്കെ എന്താണ്? ജായിസാണെന്നുള്ളതാണ്. അപ്പൊ ഞാനിത് പറയുന്നത് അഭിപ്രായ വ്യത്യാസങ്ങളെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്തിരുന്ന ഒരു സംഘടനയാണ് നമുക്ക് മുമ്പുണ്ടായിരുന്ന നേതാക്കന്മാരുണ്ടായിരുന്ന കാലം എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. ഇത് തുടർലേഖനാണ്, ഇത് ഒന്നാണ് കേട്ടോ, തുടർച്ചയാണ്. തുടർച്ചാന്തിന്റെ ബ്രാക്കറ്റിലുണ്ട് MCCയുടെ പുതിയ വാദങ്ങൾ എന്ന് പറഞ്ഞിട്ട് 953 ജൂൺ ജൂലൈ മാസങ്ങളിലുള്ള അതിന്റെ ഫോട്ടോ കോപ്പിയാണ് എന്റെ കയ്യിലുള്ളത്. അപ്പോ അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്ന് പറഞ്ഞിരുന്നു, തുറന്ന് ചർച്ച ചെയ്തിരുന്നു. അതിന് വ്യക്തമായ രേഖകൾ ഒരാൾ അവതരിപ്പിച്ചാൽ അതിന്റെ ഖണ്ഡനം അപ്പുറത്ത് അവതരിപ്പിക്കും, എന്നിട്ട് നല്ലത് സ്വീകരിക്കും. ആ അവസ്ഥ നമ്മുടെ സംഘടനയിൽ ഇല്ലാതെയായി. അതാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടങ്ങൾക്കൊക്കെ വലിയ ഒരു കാരണം. ഇനിയൊന്ന് കേട്ടോളി. 960 ഉണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസമാണ് വെള്ളിയാഴ്ച
പെരുന്നാൾ വന്നാൽ പെരുന്നാൾ നിസ്കാരം വേണോ ജുമയും വേണോ? രാവിലെ പെരുന്നാൾ നിസ്കരിക്കുമല്ലോ, അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്ക് ജുമ നിസ്കരിക്കണം. അപ്പൊ രണ്ടും കൂടി വേണോ എന്നതിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഇതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഓർമ്മകളുടെ തീരത്ത് അറിഞ്ഞിട്ട് ഇപ്പൊ എന്റെ ആത്മകഥ വായിച്ചവർക്ക് അതിൽ നിന്ന് പലരും മനസ്സിലാക്കിയിട്ടുണ്ടാവും. പേജ് 155 മുതൽ 160 വരെ എന്ന് വെച്ചാൽ 5-6 പേജോളം ഈ വിഷയമാണ് അതിൽ വിശദമായി പ്രതിപാദിക്കുന്നത്. അതായത് AK അബ്ദുൽ ലത്തീഫ് മൗലവി KNMന്റെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. KNMന്റെ സെക്രട്ടറി, ദീർഘകാലം KNMന്റെ സെക്രട്ടറിയും അൽമനാർ പത്രാധിപരുമായിരുന്നു. അദ്ദേഹത്തിന് ഒരു വാദം ഉണ്ടായിരുന്നു, എന്റെ ഉപ്പാക്ക് വേറെ വാദം ഉണ്ടായിരുന്നു. രണ്ടു കൂട്ടരും അഭിപ്രായങ്ങൾ വളരെ പരസ്യമായി പ്രകടിപ്പിക്കുകയും നോട്ടീസും കാര്യങ്ങളും ലഘുലേഖകളും ഒക്കെ ആയിട്ട് അത് ജനങ്ങളിൽ പ്രചരിപ്പിക്കുകയും എന്നിട്ട് അതിന്റെ ആ കാര്യങ്ങൾ എന്ന് വെച്ചാൽ വൈജ്ഞാനികമായ ചർച്ചകൾ വളരെ ഭംഗിയായി സുതാര്യമായി നടന്നിരുന്നു. ഒരു പ്രശ്നം ഉണ്ടായില്ല. അതിന്റെ പേരിൽ അബ്ദുൽ ലത്തീഫ് മൗലവിയും ഉമർ മൗലവിയും തമ്മിൽ കാണാമുണ്ടായിരുന്നിട്ടൊന്നുമില്ല. അവരാരും പുറത്താക്കിയിട്ടില്ല. ഇപ്പത്തി കണ്ടില്ലേ, MCC അഹമ്മദ് മൗലവിക്ക് എതിരിൽ ലേഖനം എഴുതി. MCC അഹമ്മദ് മൗലവിന്റെ കുടുംബത്തിൽ നിന്നാണ് എന്റെ ഉമ്മ എന്നുവെച്ചാൽ എന്റെ വാപ്പ കല്യാണം കഴിച്ചത് MCC അഹമ്മദ് മൗലവിന്റെ കുടുംബത്തിൽ നിന്നാണ്. അതിന്റെ പേരിൽ ഓല് തമ്മിൽ തെറ്റേ, ഓല് തമ്മിൽ ലോകിയില്ലാതാകെ, സൗഹൃദത്തിനോ അല്ല കുഴപ്പമൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല. വൈജ്ഞാനികമായ അഭിപ്രായ വ്യത്യാസം അത് അങ്ങനെ തന്നെ അതിന്റെ വൈജ്ഞാനിക തലത്തിൽ നിലക്കുമ്പോൾ തന്നെ അവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്നത്തെ അവസ്ഥ എങ്ങനെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ മുൻഗാമികളിൽ വലിയ മാതൃക ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഇന്നത്തെ തലമുറ മനസ്സിലാക്കണം. അതിനാണ് ഞാൻ ഇത് പറയുന്നത്. പിന്നതാ മറ്റൊരു പ്രശ്നം. കൊച്ചിയിലെ സേട്ടുമാർക്ക് സീ ഫുഡ്, കടൽ നിന്നുള്ള മത്സ്യം പോലെയുള്ള സാധനങ്ങൾ കയറ്റി അയക്കുന്ന ഫാക്ടറികൾ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ തവളയും കയറ്റി അയക്കാൻ ഒരു ആലോചന ഉണ്ടായി. അപ്പൊ തവള പാടുണ്ടോ ഇല്ലേ എന്നൊരു ചർച്ച വന്നു. അപ്പൊ അദ്ദേഹം ജമിയത്തുൽ ഉലമക്ക് കത്ത് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ജമിയത്തുൽ ഉലമയിൽ ചർച്ച വന്നു. തവള മാംസം ഹലാലല്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് എൻ്റെ ഉപ്പന്നെയാണ് KM ഉമർ മൗലവി തന്നെയാണ് പ്രബന്ധം അവതരിപ്പിച്ചത്. ഈ പ്രബന്ധാവതരണവും മറ്റുമൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്. പുളിക്കൽ ഞങ്ങൾ പഠിക്കുകയാണ്, ആ സമയത്താണ്, പഠിപ്പ് കഴിഞ്ഞ ഉടനെയാണ് പിന്നെ അവിടെ ചെന്നിരുന്ന് അത് കേൾക്കാനുള്ള ഒരു സൗഭാഗ്യം തന്നെ പറയാണ് എനിക്കുണ്ടായി. നമ്മളെല്ലാ പണ്ഡിതന്മാരുടെ രംഗത്തുണ്ടായിരുന്നു. എന്നാൽ ഇപ്പം അത് വാദം പറയാൻ കാരണം ഒരു ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്, തവളനെ തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ ഹദീസിന് ഇന്ന തകരാറുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രബന്ധം അവതരിപ്പിക്കുന്ന ആരാറിയോ? ഷെയ്ഖ് മുഹമ്മദ് മൗലവി. പലർക്കും അറിയണ്ടാവില്ല പുതിയ തലമുറക്ക്. കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഹദീസ് പണ്ഡിതനായിരുന്നു അദ്ദേഹം. ഇന്നിപ്പോ നമുക്കൊരു ഹദീസ് വേണമെങ്കിൽ കുട്ടികളോട് പറഞ്ഞാൽ മതി, നെറ്റ് എടുത്തിട്ട് തുറന്നിട്ട് ഒരു വാക്കുണ്ട് അടിച്ച ഹദീസിന് വരും, 2 മിനിറ്റ് മതി. ഇതല്ല, ഓർമ്മീന്ന് ഹദീസുകളും സനദൊക്കെ പറഞ്ഞിരുന്ന മഹാപണ്ഡിതന്മാർ അതിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹം. വളരെ ഭംഗിയായി ചർച്ച നടന്നു ജമിയത്തുൽ ഉലമയിൽ, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. വളരെ AP-യും KK മുഹമ്മദ് സുല്ലമിയും ഒക്കെ ഈ പ്രബന്ധത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസാരിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? അതുപോലെ ശവ്വാലിൽ 6 നോമ്പ് അത് ബിദ്അത്താണ് എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് ഒരു പ്രബന്ധം വന്നു. അപ്പൊ അതിനെതിരിലല്ല, അത് സുന്നത്ത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രബന്ധം അവതരിപ്പിച്ചത് NK അഹമ്മദ് മൗലവി, നിങ്ങളുടെ നാട്ടുകാരനായ കടവത്തൂർക്കാരനായ NK അഹമ്മദ് മൗലവിയാണെന്ന് എൻ്റെ ഓർമ്മ. ചർച്ച നടന്നു. അതുപോലെ നിങ്ങൾക്കറിയാലോ, ഇപ്പൊ ഹിലാൽ കമ്മിറ്റി ഉണ്ട് നമുക്ക്, കേരള ഹിലാൽ കമ്മിറ്റി. ആ ഹിലാൽ കമ്മിറ്റി വെറുതെ ഉണ്ടായതല്ല, കേരളം മുഴുവൻ ഭയങ്കര ചർച്ചയും ബഹളവും. ഇപ്പൊ ജിന്ന് പ്രശ്നം ചർച്ച ഉണ്ടായില്ല, അതിനേക്കാൾ ഗംഭീരമായ ചർച്ച നടന്നതിന് ശേഷമാണ് ഹിലാൽ കമ്മിറ്റി ഉണ്ടായത്. അതായത് മാസപ്പിറവി, കാഴ്ചയും കണക്കും, ഇതായിരുന്നു അന്നത്തെ ചർച്ച. ഭയങ്കരമായ സെമിനാറുകളും വാദങ്ങളും വാദപ്രതിവാദങ്ങളും ഖണ്ഡന പ്രസംഗങ്ങളും ഒക്കെ ഒരുപാട് നടന്നതിന് ശേഷമാണ് ആ തീരുമാനം ഉണ്ടായത്. അതും ജമിയത്തുൽ ഉലമയിൽ സുദീർഘമായ ചർച്ചക്ക് വന്നു. സിഹറിന് യാഥാർത്ഥ്യമുണ്ടോ ഇത് പറഞ്ഞൊരു ചർച്ചയാണ്, ഉണ്ടോ ഇല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുക എന്ന സ്വഭാവം നമ്മുടെ സംഘടന എടുത്തു കളഞ്ഞു. ഇതാണ് ഇന്ന് നമ്മൾ നേരിടുന്ന, അല്ലെങ്കിൽ സലഫി പ്രസ്ഥാനം നേരിട്ട ദുരന്തത്തിന് ഒന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ കാരണം എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാനാണ് ഈ സംഭവങ്ങൾ ഉദ്ധരിച്ചത്. വൈജ്ഞാനികമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനാണ് ജമിയത്തുൽ ഉലമ. ആ ജമിയത്തുൽ ഉലമയിൽ ചർച്ച ചെയ്യണം. ആ ചർച്ച ചെയ്യാനുള്ള സ്വഭാവം നമ്മുടെ മുൻഗാമികൾക്കുണ്ടായിരുന്നു. അതിനുള്ള ഉദാഹരണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ.
ഇഖ്തിലാഫുള്ള ഭിന്നാഭിപ്രായങ്ങൾ എന്തുകൊണ്ട് ജമിയത്തുൽ ഉലമയിൽ ചർച്ച ചെയ്യുന്നില്ല? നിങ്ങൾ നല്ല മനസ്സിലാക്കണം സുഹൃത്തുക്കളെ. 3 വർഷം മുമ്പ് ഈ ജിന്ന് സിഹ്ർ വിഷയം ഇങ്ങനെ പൊന്തി വരികയാണ്. ആ പൊന്തി വരുന്ന സമയത്ത് ഇത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, ഭിന്നത കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തും എന്ന് തോന്നിയപ്പോ ഞാനൊരു കത്ത് ജമിയത്തുൽ ഉലമക്ക് കൊടുത്തു. എന്താണെന്നറിയോ? 2010 ഏപ്രിൽ 6-ന് 2010 ഇത് 13 ഏപ്രിൽ 6-ന് അന്ന് ഇത്ര കച്ചറൊന്നും ഉണ്ടായിട്ടില്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് ഞാൻ ഒറ്റക്കല്ല, 8 ജമിയത്തുൽ ഉലമ മെമ്പർമാർ ഒപ്പിട്ടിട്ടാണ് കൊടുത്തത്. ഇതിന്റെ ആധികാരികതയ്ക്ക് വേണ്ടി ഞാൻ ഒപ്പിട്ട ആൾക്കാരുടെ പേര് പറയാം. 1 ഞാൻ തന്നെ, 2 സി ഉമർ മദനി, ഞങ്ങളുടെ അടുത്തുള്ള അധ്യാപകനായി റിട്ടയർ ചെയ്തു. അബ്ദുള്ള ഫാറൂഖി, ഞങ്ങളുടെ ഭാഗത്തുള്ള ആൾ തന്നെയാണ്. പി ഫൈസൽ ഫാറൂഖി, കെ മുഹമ്മദ് മദനി, വെള്ളിലക്കാരനാണ്, മഞ്ചേരി അടുത്തുള്ള. കെ അബ്ദുറഹ്മാൻ മൗലവി, കടന്നമണ്ണ. ഒ പി ജാഫർ സലഫി, എൻ ഹംസ സുല്ലമി. ഇത്രയും 8 ജമിയത്തുൽ ഉലമ മെമ്പർമാര് ഒപ്പിട്ട് എഴുതി കൊടുത്ത അപേക്ഷയാണിത്. എന്ത്? അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ ജമിയത്തുൽ ഉലമയിൽ ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്. ശരിക്കും നമ്മൾ പറയേണ്ടതില്ല. ജമിയത്തുൽ ഉലമ നേരിട്ട് ഇങ്ങനത്തെ വിഷയം ഉണ്ടെങ്കിൽ 2 കൂട്ടരുടെയും പ്രബന്ധങ്ങളും മറ്റൊക്കെ നോക്കിയിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. ചർച്ച ചെയ്തില്ല. ഞങ്ങൾ ഈ കത്തിന് പുല്ല് വില വെച്ചില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? പിറ്റത്തെ വർഷം വീണ്ടും ഒരു കത്ത് കൂടെ കൊടുത്തു. ഞാൻ സ്വന്തം നിലക്ക് 2010 ഇത് കൊടുത്തത്. 2011 ഫെബ്രുവരി 10 ഞാൻ വീണ്ടും ഒരു കത്ത് എഴുതി കൊടുത്തു. അവിടെ പുളിക്കൽ ചെന്നിട്ട് അവിടുന്ന് എഴുതി കൊടുത്താണ്. ഇത് കൂടുതൽ പ്രശ്നമായിട്ടുണ്ട്. പണ്ഡിതന്മാരിൽ നിന്ന് ഇത് പ്രവർത്തകരിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ തമ്മിൽ ചർച്ചയും ബഹളമൊക്കെ നടക്കുന്നുണ്ട്. അത് ഭിന്നതകൾക്കും അകൽച്ചക്കും കാരണമാകുന്നുണ്ട്. ഉടനെ ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചർച്ച ചെയ്തില്ല. അപ്പൊ ചർച്ച ചെയ്യാതിരിക്കുക എന്ന ഒരു വാശി ഇതിന്റെ പിന്നിലുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ടതാണല്ലോ. ചർച്ച ചെയ്യണം എന്ന് നിർബന്ധം ഉണ്ടായപ്പോ എത്ര വിഷമം സഹിച്ചിട്ടുണ്ടെന്ന് അറിയോ നമ്മളുടെ സംഘടന? അതും കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താണ്. അതായത് മടവൂരികളുമായിട്ട് പ്രശ്നമുണ്ടായപ്പോ ഇന്നിന്ന വിഷയങ്ങളൊക്കെയാണ് ചർച്ചകൾ വേണ്ടത് എന്ന് തീരുമാനിക്കാൻ വേണ്ടി ജമിയത്തുൽ ഉലമ കൂടിയതിന്റെ ഒരു നാൾ വഴി കണക്ക് മാത്രങ്ങളുടെ മുമ്പിൽ എന്താണ് വായിച്ചിട്ടാണ്. KJU 27/4/2001 5 വീതം പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടി. മടവൂർ ഭാഗത്തുള്ള 5 പണ്ഡിതന്മാരും ജമിയത്തുൽ ഉലമയുടെ ഭാഗത്തുള്ള 2 പണ്ഡിതന്മാർ, 5 പണ്ഡിതന്മാരും. എന്തിനറിയോ? ഭിന്നതയുള്ള പ്രശ്നങ്ങളെ കുറിച്ച് നടപടിയും വ്യവസ്ഥകളും മാത്രം ആലോചിച്ച് തീരുമാനിക്കാൻ. ഈ ഇൽമിയ വിഷയത്തെ പറ്റിയുള്ള ചർച്ചയല്ല. എന്തൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യണം, അത് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നതിനു വേണ്ടി 5 വീതം പണ്ഡിതന്മാർ, 10 വീതം പണ്ഡിതന്മാർ ഇരുന്ന് ചർച്ച ചെയ്തു എന്ന് 27/4/2001. പിന്നെ അതിനുശേഷം 16/5/2000 പിറ്റത്തെ മാസം 27/4/2024 ആദ്യം. 16/5 10 വീതം പണ്ഡിതന്മാർ വീണ്ടും കൂടി. എന്നിട്ട് പ്രബന്ധങ്ങൾ കൈമാറണം എന്ന് തീരുമാനിച്ചു. ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ള വ്യക്തമായിട്ട് എഴുതി കൊടുക്കുക. അപ്പൊ രേഖയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കാലോ. ഞങ്ങളുടെ അഭിപ്രായം ഏതാണെന്ന് ഇവർ എഴുതി കൊടുക്കുക, അവർക്കുള്ളത് അവർ. എന്നിട്ട് ആ പ്രബന്ധങ്ങൾ കൈമാറി എന്ന് 23/5 പിറ്റത്തെ ആഴ്ച ഓരോ പ്രബന്ധവും കൂടി രണ്ടാമത് എഴുതി കൈമാറി. 26/5 KJU നിർവാഹക സമിതി വിളിച്ചു. എന്നിട്ട് 10 വീതം പണ്ഡിതന്മാർ മുഖാമുഖം ഇരുന്ന് ചർച്ച ചെയ്തു. അപ്പൊ എത്ര ഡേറ്റ് കൂടി നോക്കി നിങ്ങൾ? 1, 2, 3, 4, 5 തീയതികളിലായിട്ട് 2 മാസത്തിന്റെ അടുത്ത് തുടർച്ചയായിട്ടാണ് കൂടി ഈ പ്രശ്നം പരിഹരിക്കാൻ. എന്നിട്ട് 4/6/2001 KJU നിർവാഹക സമിതിയും ഈ മുഴുവൻ ഈ പണ്ഡിതന്മാരും അവിടെ ഒരു ഭാഗത്തുള്ളവരും നമ്മളെ ഭാഗത്തുള്ളവരും ഇരുന്ന് ചർച്ച ചെയ്തു. ചർച്ച ചെയ്തിട്ട് 18 വിഷയങ്ങളെ പറ്റി, അതിലൊന്നാണ് ഇപ്പൊ ഞാൻ നേരത്തെ വായിച്ചത്, 18 വിഷയങ്ങളെ പറ്റി വിശദമായി ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ ഉണ്ടാക്കി. അപ്പൊ ചർച്ച ചെയ്യണം എന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്യാനും അത് തീരുമാനമെടുക്കാനും ജമിയത്തുൽ ഉലമക്ക് ഒരു പ്രയാസമില്ല എന്നുള്ളതിന് വ്യക്തമായ രേഖയാണിത്. പഴയ ചരിത്രമൊന്നുമല്ല, MCCന്റെ കാലത്തെ ചരിത്രമല്ല, ഈ പറഞ്ഞ ആൾക്കാരുടെ കാലത്തുള്ള ചരിത്രമാണ്. 2001 നടന്ന സംഭവമാണ് ഈ പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ കത്തൊക്കെ കൊടുത്തപ്പോ ഇവര് ഇത് ചർച്ച ചെയ്യാതിരുന്നു? കൂടുതൽ ഞാൻ പറയണ്ടല്ലോ, ഉണ്ടായില്ല. അപ്പൊ പിന്നീട് സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ, ഇതിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ.
അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസം കണക്കിലെടുക്കാതെ എന്ത് ചെയ്തു? ദൗറകൾ നടക്കാൻ, അതുകൂടി എൻ്റെ കൂട്ടത്തിൽ പറഞ്ഞോട്ടെ, ദൗറകൾ നടക്കാറുണ്ടായിരുന്നു. ദൗറകൾ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ജമിയത്തുൽ ഉലമയുടെ ഓഫീസിലോ ജാമിയ സലഫിയിലോ ഒരുമിച്ച് കൂടും. എന്നിട്ട് വിഷയങ്ങൾ ശരിക്കും ചർച്ച ചെയ്യും. നമ്മളെ പ്രധാനപ്പെട്ട നമ്മളെ പ്രസംഗിക്കുന്ന പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. അറിയപ്പെട്ട സക്കരിയ സലായി, പിന്നെ എം മുഹമ്മദ് മദനി, ഫൈസൽ മുസ്ലിയാർ, നമ്മളെ രംഗത്തുള്ള അബ്ദുറഫ് നദവി, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പണ്ഡിതന്മാരൊക്കെ ആ വിഷയങ്ങൾ ഇരുന്ന് ചർച്ച, ദൗറ എന്നാണ് എനിക്ക് പറയുക, ദൗറ, ഈ ചർച്ച ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യും. അപ്പോൾ അനീഫ ഗായക്കോടിയും ഫൈസൽ മുസ്ലിയാരും ഒരു പ്രബന്ധം അവതരിപ്പിച്ചു. ആ പ്രബന്ധം ഇൻഷാ അല്ലാഹ് വൈകാതെ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ജമിയത്തുൽ ഉലമയ്ക്ക് ഞങ്ങൾ കൊടുത്ത കത്തുകളൊക്കെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ആ ചർച്ചയിൽ ഇവർ പ്രബന്ധം അവതരിപ്പിച്ചു. ഇതിനെതിരെ മറ്റൊരു അഭിപ്രായങ്ങളുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു ചർച്ചയിൽ ഞാനും അബ്ദുറൌഫ് നദ്വിയും, ഞങ്ങൾ ജമിയത്തുൽ ഉലമയിൽ മെമ്പർമാരാണ്, ആ ദൗറയിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ പോയി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങളെ രണ്ടാളെയും ഇങ്ങോട്ട് കടക്കാൻ പാടില്ല എന്നിട്ട് ഇറക്കി വിട്ടു. ഇൽമിയായ വൈജ്ഞാനികമായ ഒരു ചർച്ച നടക്കുമ്പോൾ ഇറക്കി വിട്ട ഒരു ചരിത്രം കേരള സലഫി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല സഹോദരന്മാരെ. ഇവരെ തറവാട്ടിലെ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഖുർആൻ ഹദീസിന്റെ മായി ബന്ധപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റൊരാൾ വരണ്ട, ഇപ്പം പുറത്തു പോ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? എന്നോട് പോകാൻ പറഞ്ഞു. എന്നോട് ഞാൻ പറഞ്ഞ് കേട്ടോടനെ പോന്നു ഞാൻ. കാരണം പോന്നാൽ അത് പ്രശ്നമാണെന്ന് എനിക്കറിയാം. കാരണം അവിടെ കൂടിയാവും, നമുക്ക് അവിടെ നിന്ന് വർത്താനം പറയാനല്ലേ കഴിയുള്ളൂ. ഇതിനേക്കാൾ പ്രശ്നമാവും. ആയും ചെയ്തു. അബ്ദുറൌഫ് നദ്വി നല്ല പണ്ഡിതനാണ്, എനിക്കറിയാം അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം. രണ്ടാളോടും പോകാൻ പറഞ്ഞു. ഇതാണോ സലഫി മൻഹജ്? ചിന്തിക്കാൻ വേണ്ടി പറയണം. ചുരുക്കം, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്തോ ഒരു പ്രബന്ധം, പുസ്തകം എന്തോ അച്ചടിക്കാൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വർത്താനം അവിടെ കേട്ടു. അപ്പൊ നമ്മളെ കൊണ്ടോട്ടിയിലെ ഖാദിർബായി എന്ന് പറയും, ചിലർക്ക് പരിചയം ഉണ്ടാവും, നമ്മളെ വാദപ്രതിവാദങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന കിതാബൊക്കെ തിരിയുന്ന പ്രാസംഗികനല്ലാത്ത നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകനാണ് അബ്ദുൽ ഖാദിർബായി. ഫൈസൽ മുസ്ലിയാരും ചോദിച്ചു, അല്ല മദനി, എന്തോ നിങ്ങള് പിന്നെ പ്രബന്ധം തയ്യാറാക്കുന്നുണ്ട്, പുസ്തകം തയ്യാറാക്കുന്നുണ്ട് എന്നൊക്കെ കേട്ടല്ലോ, അതിൽ അതിന്റെ എതിരഭിപ്രായങ്ങൾ കൂടി കേൾക്കണ്ടേ നിങ്ങൾ? അതിന്റെ മുമ്പ് നിങ്ങൾ എങ്ങനെയാ അത്? അപ്പം പിന്നെ സെക്രട്ടറി പറയണേ, അത് ഞങ്ങൾ കൊടുത്തുപോയി. എവിടെ? അച്ചടിക്കാൻ കൊടുത്തുപോയി എന്നാ പറഞ്ഞത്. എങ്ങനെയുണ്ട്? ആ പുസ്തകമാണ് ഏത്? വിവാദങ്ങൾ ഉയർത്തിവിട്ട ജിന്ന് പിശാച് റുഖ്യ ശർഇയ്യ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ എന്ന പുസ്തകം. ഒരു ഭാഗത്തെ മാത്രം അഭിപ്രായങ്ങൾ വെച്ചുകൊണ്ട് ആ പുസ്തകം പുറത്തിറങ്ങി. ആ പുസ്തകത്തിലുള്ള അബദ്ധങ്ങൾ നമ്മുടെ എതിരാളികൾ, ആദർശ ശത്രുക്കൾ, ഖുറാഫികളും മറ്റുമൊക്കെ അത് ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അതൊന്ന് വിശദമായി പഠിച്ച് അതിനെപ്പറ്റി ഒരു രേഖ എഴുതി ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി കൊടുത്തപ്പോ എന്താ ഉണ്ടായതെന്ന് പിന്നെ ഞാൻ പറയണ്ടല്ലോ. അതിൻ്റെ ഇടക്ക് അതിൻ്റെ ഇടക്കൊരു സംഭവം ഉണ്ടായി. ഇതൊക്കെ നിങ്ങൾ അറിയണം, അതിനു വേണ്ടിയാ പറയണത്. ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എന്ന് നമ്മുടെ സൗദിയിലുള്ള നമ്മുടെ അറബി സുഹൃത്തുക്കൾ, അറബി പണ്ഡിതന്മാർ അറിഞ്ഞു. അപ്പോ ഒരു ചർച്ച മുഖാമുഖം ഇരുന്ന ഒരു വാദപ്രതിവാദം പോലെ നടക്കണം എന്നുള്ള ഒരു അഭിപ്രായം എറണാകുളത്തുള്ള നമ്മളെ ചില സുഹൃത്തുക്കൾക്കുണ്ടായി. ഈ പുസ്തകത്തിൽ തെറ്റുണ്ട് എന്നും തെറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ അങ്ങനെ നമ്മളെ പണ്ഡിതന്മാര് തന്നെ അങ്ങനെ ഒരു മുഖാമുഖം ചർച്ചയല്ല, വാദപ്രതിവാദം നടക്കാന്ന് പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് അബ്ദുറഹ്മാൻ എയ്താൻ അവിടുന്ന് ഒരു കത്തെഴുതി. നിങ്ങളിടയിലുള്ള ഈ അഭിപ്രായ വ്യത്യാസം ഇങ്ങനെയല്ല ചർച്ച ചെയ്യേണ്ടത്, അത് വളരെ സൗഹാർദ്ദമായ അന്തരീക്ഷത്തിൽ ഇരുന്ന് പണ്ഡിതന്മാരുടെ ഇടയിൽ ഇരുന്നിട്ട് ചർച്ച ചെയ്ത് തീർക്കാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കത്തെഴുതി. പണ്ഡിതന്മാർ ചർച്ച ചെയ്യണമെന്നാണ് ഞാൻ കത്തെഴുതിയതിന്റെ വർത്താനങ്ങൾ പറഞ്ഞില്ലേ, അദ്ദേഹം കത്തെഴുതി. ആ കത്താണ്. ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറക്കരുത്, ഇത് പണ്ഡിതന്മാർ ചർച്ച ചെയ്യണം. നിങ്ങൾ ചർച്ച ചെയ്തിട്ട് തീർന്നില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരി, ഇവിടെ നിന്ന് ചർച്ച ചെയ്യാം, അതിനുവേണ്ട എല്ലാ ചെലവും ഞങ്ങൾ എടുത്തിരിക്കുന്നു, ഞങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നു, നിങ്ങൾ ഇങ്ങോട്ട് വരി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കത്തെഴുതി.
പുല്ല് വില വെച്ചില്ല. അങ്ങനെ ഒരു കത്ത് വന്ന ഒരു മൈൻഡും കൂടി നമ്മുടെ നേതാക്കന്മാർക്ക് ഉണ്ടായില്ല. ജമിയത്തിന്റെയും KNMന്റെയും പ്രസിഡന്റ് സെക്രട്ടറിമാർക്കാണ് ഈ കത്ത്. വളരെ മാന്യമായ, നിങ്ങളിത് പ്രശ്നം ഉണ്ടാക്കരുത്, നമ്മളോടുള്ള സ്നേഹവും ആദരവും ആത്മാർത്ഥതയും കത്തുകളിൽ നിഴലിച്ച് കാണാം. സമയമുണ്ട് ഞാൻ ഇതൊക്കെ മുഴുവൻ ഇരുന്ന് വായിച്ചു തരുമായിരുന്നു നിങ്ങൾക്ക്. പക്ഷെ തീരെ വില വെച്ചില്ല. അപ്പൊ ഇതൊക്കെ കൂടി ആയപ്പോ എന്താ വെച്ചാൽ നമ്മൾ എഴുതിണ്ടാക്കിയ ഒരു 22 പേജുള്ള ഈ A4 പേപ്പറിൽ ടൈപ്പ് ചെയ്തിട്ട് 22 പേജിലുള്ള ഒന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഒപ്പിടിക്കാനും സമയം കിട്ടിയില്ല. അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മുമ്പ് ജമിയത്തുൽ ഉലമയിൽ ഇത് എത്തിക്കണമല്ലോ എന്നുള്ള നിലക്ക് നമ്മളത് അവിടെ എത്തിച്ചു.